ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു തലതൊട്ടപ്പെണ്ണാണ് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതെ, നിങ്ങൾ ക്യാഷിന് 100% ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി. ഭാവിയെക്കുറിച്ച് സ്വപ്നം കാണുന്ന മലയാളികൾ പരിചയപ്പെടേണ്ട റാസൽ ഖേമയിലെ അബ്ദുൾ റഹീമിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് റാസൽ ഖേമയിലെ ജുൽഫാർ റിയൽ എസ്റ്റേറ്റിന്റെ ഓഫീസിലാണ്. എത്ര വർഷമായി റാസൽ ഖേമ വന്നിട്ട്? 23 വർഷമായി. 21 വർഷമായി. ഏതാണ്ട് ജൂബിലിയോട് അടുക്കുകയാണ്. അടുക്കാണ്. അപ്പോൾ അന്നത്തെ കാലത്ത് ഒരു റിയൽ എസ്റ്റേറ്റ് അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് ഉണ്ടായിരുന്നോ? അന്ന് ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസിൽ മലയാളികളുടെ കൂട്ടത്തിൽ ഏറ്റവും ആദ്യം യുഎയിൽ തന്നെ വന്ന് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ കാരണം 2003 ഞാൻ ഈ ഫീൽഡിലേക്ക് വരുമ്പോൾ വേറൊരു മലയാളിയെ ഞാൻ കണ്ടിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റുകാരുടെ ഒരു തലതൊട്ടപ്പെണ്ണാണ് വിളിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പൊ അന്ന് 23 വർഷം ഉള്ള UAE ആണോ ഇന്നത്തെ UAE? അല്ല, തികച്ചും വ്യത്യാസമുണ്ട്. കാരണം ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ അന്ന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്തവർക്കൊക്കെ ഇപ്പം അന്ന് ചെയ്തവർക്കൊക്കെ 10 ഇരട്ടിയിലധികം അവരെ ഇൻവെസ്റ്റ്മെന്റ് അപ്രീഷിയേറ്റ് ആയിട്ടുണ്ട്. കുറെ വർഷം റാസൽ ഖേമ 3 ലക്ഷം രൂപയ്ക്ക് 3 ലക്ഷം ദർഹത്തിന് കിട്ടിക്കൊണ്ടിരുന്ന പ്രോപ്പർട്ടി ഇന്ന് എത്ര രൂപയ്ക്ക് കൊടുക്കുന്നത്? ഞാൻ 2006 ആണ് ഇവിടെ ഫ്രീ ഹോൾഡ് പ്രോപ്പർട്ടീസ് റാസൽ ഖേമയിൽ വരുന്നത്. 2005 തുടങ്ങിയത്. അന്ന് സ്റ്റുഡിയോ ഫ്ലാറ്റ് ഒക്കെ ലോഞ്ച് ചെയ്ത പ്രൈസ് അറൗണ്ട് 275,000 260,000 ആയിരുന്നു. അതേ സ്ഥാനത്ത് ഇന്ന് മർജാൻ ഐലൻഡിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് വേണമെങ്കിൽ ലോഞ്ചിങ് പ്രൈസ് 1.2 മില്യൺ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 മില്യൺ എബോ. പക്ഷെ ഇപ്പോൾ പുതിയ പ്രൊജക്റ്റിൽ 800,000 മുതലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് മീനൽ അറബ് എന്ന് പറഞ്ഞ പ്രൊജക്റ്റിലാണ്. ഇപ്പോഴത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഐലൻഡായ മർജാൻ ഐലൻഡിൽ നിങ്ങൾക്ക് ഒരു സ്റ്റുഡിയോ ഫ്ലാറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റുഡിയോ ഫ്ലാറ്റിന് സ്റ്റാർട്ട് ചെയ്യുന്ന പ്രൈസ് 1.2 മില്യൺ ആണ്. ഒരുപാട് മലയാളികൾ പ്രത്യേകിച്ച് UAE മൈഗ്രേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ച് ഇന്ത്യൻ മണിയിൽ പറയുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ്, ഏറ്റവും ചീപ്പസ്റ്റ് എന്തായിരിക്കും? സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് ഏറ്റവും പ്രൈസ് കുറഞ്ഞിട്ടുള്ളത്. നമുക്കൊരു എൻട്രി ചെയ്യാം. ഇപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിൽ നിങ്ങൾക്ക് പുതിയൊരു മാർക്കറ്റിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു സ്റ്റാർട്ടിങ് തുടങ്ങാനല്ലോ. ഇപ്പോൾ സ്റ്റുഡിയോ ഫ്ലാറ്റ് ആണ് ഏറ്റവും പ്രിഫറൻസ് ചെയ്യുന്നുള്ളത്. അത് ഏകദേശം ഇന്ത്യയുടെ നമുക്ക് 2 കോടി രൂപന്റെ അടുത്ത് വരും. പക്ഷെ ഇവിടെ അതിന് വേറൊരു കാര്യം ചെയ്യും. 2 കോടി ഒന്നിച്ച് കൊടുക്കണ്ട. നിങ്ങൾ ബുക്കിംഗ് ടൈമിൽ 5% കൊടുത്താൽ മതി. പിന്നെ ചില ഡെവലപ്പർ നിങ്ങളൊരു കംപ്ലീഷൻ ആകുമ്പോഴേക്കും അത് 2 ഇയേഴ്സിന്റെ അകത്ത് 50% അടച്ചാൽ മതി. അപ്പോഴേക്കും നിങ്ങളെ പ്രോപ്പർട്ടി ഒരു 30% അപ്രീസിയേഷൻ ആയിട്ടുണ്ടാവും. പിന്നെ ബാക്കി 50% ഓൺ ഹാൻഡ് ഓവറാണ് കൊടുക്കേണ്ടത്. അതേപോലെ ചില ഡെവലപ്പേഴ്സ് പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെന്റ് പ്ലാൻ കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പം 2 കോടിന്റെ പ്രോപ്പർട്ടിക്ക് 2 വർഷം കൊണ്ട് 1 കോടി കൊടുത്തിട്ടാകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പർട്ടി ഹാൻഡ് ഓവർ കിട്ടും. ബാക്കി 50% നിങ്ങൾക്ക് കീ കിട്ടിയതിന് ശേഷം കൊടുത്താൽ മതി. പിന്നെ 2 വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതി. അപ്പോഴേക്കും നിങ്ങൾക്ക് നിങ്ങളെ ഇൻകം സ്റ്റാർട്ട് ചെയ്യും. അത് റെന്റ് ഔട്ട് ചെയ്തിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണോ അല്ലെങ്കിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്ന രീതിയിലാണോ ഒരു റിയൽ എസ്റ്റേറ്റിനെ, പ്രത്യേകിച്ച് UAE റിയൽ എസ്റ്റേറ്റ് നമ്മൾ കാണുന്നത്? UAE റിയൽ എസ്റ്റേറ്റ് കൂടുതൽ ആൾക്കാർ ഇൻവെസ്റ്റ്മെന്റ് എന്ന രീതിയിലാണ് വാങ്ങിക്കുന്നുള്ളത്. കാരണം ഹൈ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഇന്ത്യനെ സംബന്ധിച്ചിടത്തോളം നമുക്കിവിടെ 0 ടാക്സ് ആണ്. നിങ്ങൾക്ക് കിട്ടുന്ന ഇൻകം 100% നിങ്ങളെ മണിയാണ്. അപ്പോൾ അതിലൊരു ടാക്സ് കൊടുക്കാനോ വേറൊരു ഡിഡക്ഷനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാർ ഇപ്പം റിയൽ എസ്റ്റേറ്റ് മേഖലയിലോട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ഇനി ചോദിക്കാനുള്ളത്, എല്ലാവരും പറയും ഒരു ഫ്ലാറ്റോ അല്ലെങ്കിൽ ഒരു വില്ലയൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആജീവനാന്തകാല വിസ കിട്ടും എന്നൊക്കെ പറയുന്നത്, അത് സത്യമാണോ? അങ്ങനെയല്ല. ഇവിടെ ആജീവനാന്ത വിസ എന്ന് പറഞ്ഞിട്ടൊരു വിസ UAE ഇല്ല. ഇവിടെ വെച്ചാൽ നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങിക്കുമ്പോൾ നിങ്ങൾ 2 മില്യൺ ആൻഡ് എബോവ് വർത്തുള്ള പ്രോപ്പർട്ടി വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 10 ഇയേഴ്സ് ഗോൾഡൻ വിസ കിട്ടും. അത് 10 years യു ഹാവ് ടു റിന്യൂ ഇറ്റ്. അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു 2 മില്യൺ ദർഹം മുടക്കി ഒരു പ്രോപ്പർട്ടി വാങ്ങിക്കഴിഞ്ഞാൽ ഒരു ഗോൾഡൻ വിസ ഹോൾഡർ ആവും. കുടുംബസമേതം UAE മൈഗ്രേറ്റ് ചെയ്യാം. അതേപോലെ 1 മില്യൺ മുടക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ ഗ്രീൻ വിസ കിട്ടും. 5 വർഷത്തെ വിസ കിട്ടും. ഗ്രീൻ വിസ 5 വർഷം കിട്ടും. ഇനിയിപ്പോ ഒരാളിപ്പോ നാട്ടിൽ നിന്ന് എങ്ങനെ അബ്ദുൾ റഹീമിനെ ബന്ധപ്പെടേണ്ടത്? അവരെ ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കുമോ? എങ്ങനെയാണ് ആ ഒരു ഇപ്പോൾ ഒരാളിപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് നോർമലി നമ്മളിപ്പോൾ ഇവിടെ ഒരു 60% ഇൻവെസ്റ്റേഴ്സും ഫോറിനേഴ്സ് ആണ്. അപ്പോൾ അവരിവിടെ വരാതെയാണ് ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുള്ളത്. കാരണം പ്രോപ്പർട്ടി വാങ്ങിക്കണമെങ്കിൽ നിങ്ങൾ ഫിസിക്കലായിട്ട് ഇവിടെ വരേണ്ട ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളെ പാസ്പോർട്ട് കോപ്പി അയച്ചുതരാം. നമുക്ക് ബൈ ഇമെയിൽ സ്കാൻ ചെയ്ത് അയച്ചുതരാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ അതിൻ്റെ ഫോമും കാര്യങ്ങളൊക്കെ അതേപോലെ നിങ്ങൾക്ക് അയച്ചു തരും. നിങ്ങൾ ബുക്ക് ചെയ്യാം. ആ ഇനീഷ്യൽ 5% 10% എത്രയാണോ ബുക്കിംഗ് എമൗണ്ട് ബാങ്ക് ത്രൂ നമ്മുടെ ഡെവലപ്പർ അക്കൗണ്ടിലേക്ക്, നമ്മുടെ ഏജന്റ് അക്കൗണ്ടിലേക്കല്ല, ഏത് ഡെവലപ്പറാണോ ആ ഡെവലപ്പർ അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് അയക്കാം. പക്ഷേ ഇവിടെ വേറെ അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾ അയക്കുന്ന ബുക്കിംഗ് എമൗണ്ട് നിങ്ങൾ അയക്കുന്നത് ഗവൺമെന്റ് കൺട്രോൾഡുള്ള റിറാൻഡ് അണ്ടറിലുള്ള എസ്ക്രോ അക്കൗണ്ടിലേക്കാണ്. അതുകൊണ്ട് നിങ്ങൾ ക്യാഷിന് 100% ഗവൺമെന്റ് ആണ് ഗ്യാരണ്ടി.
പൈസ പോയി അല്ലെങ്കിൽ നമ്മൾ പൈസ അടച്ചിട്ട് നമ്മുടെ കെട്ടിട പണി പൂർത്തിയാക്കാതെ ഒരു റിയൽ എസ്റ്റേറ്റ് ഓടി രക്ഷപ്പെടാൻ യുഎയിൽ പറ്റത്തില്ല. നിയമം മൂലം അത് സെക്യൂർഡ് ആണ്, നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ₹1 ഞാൻ ഇവിടെ എന്റെ ഒരു പ്രോപ്പർട്ടിക്ക് വേണ്ടി നേരത്തെ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുകയാണെങ്കിലും ആ പൈസ പോകുന്നത് ഗവൺമെന്റിന്റെ എസ്ക്രോ അക്കൗണ്ടിലേക്കാണ് പോകുന്നത്. അപ്പൊ തീർച്ചയായിട്ടും പ്രിയപ്പെട്ട മലയാളികൾ, അബ്ദുൾ റഹീം റാസൽ ഖേമയിലുണ്ട്. റാസൽ ഖേമ മാത്രമല്ല, ഇവയിൽ എവിടെയും നിങ്ങൾക്കൊരു പ്രോപ്പർട്ടി വാങ്ങാൻ അദ്ദേഹം സഹായിക്കും. പക്ഷെ ഇപ്പോൾ ഒരു ബൂമിംഗ് മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ റാസൽ ഖേമ, പ്രത്യേകിച്ച് മർജാൻ ഒരുപാട് വേൾഡ് റെക്കോർഡുകൾ സ്വന്തമാക്കിയ സ്ഥലമാണ്. അതായത് GCC തന്നെ ഫസ്റ്റ് കാസിനോ വരുന്നുള്ളത് റാസൽ ഖേമയിലാണ്. അതിന്റെ കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ സ്ട്രക്ചർ വർക്ക് ഓൾറെഡി റെഡി. 2027 അത് കംപ്ലീഷൻ ആവും. ഓക്കെ, വൺസ് ഇറ്റ് കംപ്ലീഷൻ ഇവിടുത്തെ റാസൽ ഖേമ മാർക്കറ്റ് വിൽ ബി ചേഞ്ച്. അതായത് ഇപ്പോഴും നമ്മൾ ഇപ്പോൾ റാസൽ ഖേമിന്റെ ഇപ്പോഴുള്ള ഇയർലി ആനുവൽ ടൂറിസ്റ്റ് റേറ്റ് എന്ന് വെച്ചാൽ 1 million ആണ്. അത് 5 million ക്രോസ് ചെയ്യും ആനുവൽ ടൂറിസ്റ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ഏകദേശം ഒരു 15,000 റൂംസ് ഗെറ്റിംഗ് റെഡി ബൈ 2030 ഇൻ മർജാൻ ഐലൻഡ്. എന്നിരുന്നാലും 2030 ആകുമ്പോഴേക്ക് വീണ്ടും നമുക്ക് 50,000 അപ്പാർട്ട്മെന്റ് വിൽ ബി ഷോർട്ടേജ് ഇൻ ദ മാർക്കറ്റ്. ആ ഇപ്പോൾ ഉള്ള 15,000 റെഡി ആയി കഴിഞ്ഞാലും നമുക്ക് 50,000 യൂണിറ്റ് ഷോർട്ടേജ് ആയിരിക്കും. അതുകൊണ്ട് പ്രോപ്പർട്ടി വാല്യൂ ഇപ്പോൾ ഏറ്റവും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി you have to invest in റാസൽ ഖേമ now. ഇപ്പോൾ ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങിയിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടംപോലെ ടൂറിസ്റ്റുകൾ വരുന്നു, അവർക്ക് റെന്റ് ഔട്ട് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, ഇപ്പൊ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നാളെ നിങ്ങൾക്ക് ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ മറിച്ച് വിറ്റാലും വലിയ ലാഭമായിരിക്കും കിട്ടുക. അപ്പം എന്തായാലും ബന്ധപ്പെടുന്ന നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം. ഒന്ന് വിളിക്കുക, അന്വേഷിക്കുക. ഇപ്പൊ നിങ്ങൾ വാങ്ങാൻ പ്ലാനൊന്നും ഇല്ലെങ്കിലും എന്താണ് ഇവിടെ നടക്കുന്നതിനെ കുറിച്ചുള്ള വിവരം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടും. അതിന് നിങ്ങൾക്ക് അദ്ദേഹത്തെ ബന്ധപ്പെടാവുന്നതാണ്. താങ്ക് യു സോ മച്ച്. Thank you. All the best. Thank you.